Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ രജിസ്റ്റേഴ്സ് ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് വേണ്ട എസെൻഷ്യൽ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ് കേട്ടോ. നമുക്കറിയാം വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനകത്തുള്ള മേജർ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി കാണും, പിന്നെ CPU കാണും, പിന്നെ IO ഡിവൈസസ് കാണും, ദെൻ സിസ്റ്റം ബസ്സസ് ആണുള്ളത്. സിസ്റ്റം ബസ്സസ് 3 തരത്തിലുള്ളതുണ്ട്: അഡ്രസ് ബസ്, ഡേറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ്. CPU-നകത്ത് നമുക്ക് ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ്, ഈ CPU രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PC ഓർ പ്രോഗ്രാം കൗണ്ടർ. ഒരു ഇൻസ്ട്രക്ഷന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ദെൻ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അഡ്രസ്. ഇനീഷ്യലി ഒരു സ്റ്റാർട്ടിംഗ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി പോയിന്റിംഗ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അഡ്രസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഓർ IR. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഹോൾഡ് ദ കറന്റ്ലി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ടു ഡീകോഡ്. കറന്റ്ലി ഏത് ഇൻസ്ട്രക്ഷൻ ആണോ നമ്മൾ ഫെച്ച് ചെയ്തിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡീകോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഈസ് നോട്ട് എ യൂസർ ആക്സസബിൾ രജിസ്റ്റർ. അത് ഓർത്ത് വെച്ചേക്കണേ, യൂസേഴ്സിന് ഇത് ആക്സസബിൾ അല്ല. നെക്സ്റ്റ് രജിസ്റ്റർ ഈസ് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ ഈസ് യൂസ് ടു ഹോൾഡ് വൺ ഓഫ് ദി ALU ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ALU ഇൻപുട്ട്, ഏതെങ്കിലും ഒരു ALU ഇൻപുട്ട് ഹോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് രജിസ്റ്റർ ഈസ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ പേര് പോലെ തന്നെ ഇത് ക്യാരി ചെയ്യുന്നത് അഡ്രസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്രസ് ലൈൻസുമായിട്ട് ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. ആക്സസ് ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ദർ ഈസ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ. ഈ മെമ്മറി ഡേറ്റ രജിസ്റ്ററിനെ വേണമെങ്കിൽ നമുക്ക് മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയാം, MBR. മെമ്മറിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അത് ടെമ്പററിലി ഹോൾഡ് ചെയ്യുന്നത് ഈ മെമ്മറി ഡേറ്റ രജിസ്റ്റർ ആയിരിക്കും. സിസ്റ്റം ബസിന്റെ ഡേറ്റ ലൈൻസും ആയിട്ടായിരിക്കും ഈ MDR ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ നിങ്ങൾ ഈ സിസ്റ്റം ബസിന്റെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, നമ്മുടെ പ്രോസസറിന്ന് മെമ്മറിയിലോട്ട് അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആയിരിക്കും. ഓക്കെ, മെമ്മറി അഡ്രസ് രജിസ്റ്ററിന്ന് ദെൻ മെമ്മറി ലൊക്കേഷൻ ഏതാണോ കറസ്പോണ്ടിങ് അത് ഫെച്ച് ചെയ്യുക, അത്രേ നടക്കുള്ളൂ. സോ അത് യൂണി ഡയറക്ഷണൽ ആയിരിക്കും. കൺട്രോൾ സിഗ്നൽസ്, കൺട്രോൾ യൂണിറ്റ് എന്ന് കണ്ടു, ഒരു കൺട്രോൾ സിഗ്നൽ യൂണി ഡയറക്ഷണൽ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡേറ്റ ബസ് എന്ന് പറയുന്നത് മെമ്മറിയിലോട്ടും തിരിച്ചും എനിക്ക് എന്ത് ചെയ്യണം, ഡേറ്റ മൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡേറ്റ ബസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ആയിരിക്കും. ഓക്കെ, ഇത് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ബസിന്റെ, സിസ്റ്റം ബസിന്റെ ഡയറക്ഷൻ പറയാനായിട്ട് സാധിക്കുള്ളൂ. ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. സിപിയുനും മെമ്മറിക്കും ഇടയിൽ എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഡ്രസ് ബസും കൺട്രോൾ ബസും യൂണി ഡയറക്ഷണലും ഡേറ്റാ ബസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലും ആയിരിക്കും. CPU ആയിരിക്കും അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യും വേണം, മെമ്മറിന്ന് റീഡ് ചെയ്യും വേണം. അതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നോക്കാം. ബേസിക് രജിസ്റ്റർ ടു രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ്, രജിസ്റ്റർ ടു രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസിനെയാണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാല് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാല് ഇറ്റ് റിക്വയേഴ്സ്
എ സെറ്റ് ഓഫ് സ്മോൾ ഓപ്പറേഷൻസ്. ആ സെറ്റ് ഓഫ് സ്മോൾ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് രജിസ്റ്റർ ടു രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള സെറ്റ് ഓഫ് സ്മോൾ ഓപ്പറേഷൻസ്, അതായത് മൈക്രോ ഓപ്പറേഷൻസ്, അത് കൂടിയതാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓപ്പറേഷൻ, ദിസ് ഈസ് എ ഫൈനൈറ്റ് ആക്ടിവിറ്റി പെർഫോംഡ് ബൈ ദ പ്രോസസർ ഇൻ വൺ ക്ലോക്ക് സൈക്കിൾ. ഒരു ക്ലോക്ക് സൈക്കിളിൽ പ്രോസസർ പെർഫോം ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ആക്ടിവിറ്റി ആണ് മൈക്രോ ഓപ്പറേഷൻ. ഒരു ക്ലോക്ക് സൈക്കിളിൽ, അത് ഓർത്ത് വെക്കണം കേട്ടോ. ഒരു ക്ലോക്ക് സൈക്കിളിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ടി സ്റ്റേറ്റ്, വൺ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മൈക്രോ ഓപ്പറേഷൻസും ഒരു സൈക്കിളിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വൺ മൈക്രോ ഓപ്പറേഷൻ റിക്വയേഴ്സ് വൺ ടി സ്റ്റേറ്റ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, അത് മറക്കരുത്. വൺ മൈക്രോ ഓപ്പറേഷൻ റിക്വയേഴ്സ് വൺ ടി സ്റ്റേറ്റ്സ്. Several independent micro operations can be performed in the same T state. ഒരു മൈക്രോ ഓപ്പറേഷന് നമുക്ക് ഒരു ടി സ്റ്റേറ്റ് ആണ് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു ടി സ്റ്റേറ്റിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെവറൽ മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും സാധിക്കും. ഈ മൈക്രോ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നതിന് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് കൺട്രോൾ സിഗ്നൽസ് ആർ റിക്വയർഡ് ടു എക്സിക്യൂട്ട് ദ മൈക്രോ ഓപ്പറേഷൻ. നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ള മൈക്രോ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ മൈക്രോ ഓപ്പറേഷൻസ് കാണുമ്പോഴാണ് നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ രജിസ്റ്റേഴ്സും മൈക്രോ ഓപ്പറേഷൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ എന്തിനുള്ള മൈക്രോ ഓപ്പറേഷൻ ആണ് എഴുതാൻ പോകുന്നത്? ഇൻസ്ട്രക്ഷൻ ഫെച്ച് കേട്ടോ. സോ എന്റെ ഫസ്റ്റ് ടി സ്റ്റേറ്റില്, ഫസ്റ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റില് എന്താ സംഭവിക്കുക വെച്ചാല് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി എന്ത് ചെയ്യും? ഇനീഷ്യലി എനിക്ക് എന്ത് പ്രോഗ്രാം ആണോ റൺ ചെയ്യേണ്ടത് അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് ഓൺവേർഡ്സ് അത് എന്ത് ചെയ്യും? അത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ രജിസ്റ്റേഴ്സ് ഫോർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സ് പഠിച്ചല്ലോ, CPU രജിസ്റ്റേഴ്സ്. അതിപ്പോ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിനകത്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആണ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് കിടക്കുന്നത്. ആ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്? മെമ്മറി അഡ്രസ് രജിസ്റ്ററിലോട്ട് മാറ്റുവാണ്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു അഡ്രസ് ആണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ബേസിക്കലി ഹോൾഡ് ചെയ്യുന്നത്. ദെൻ അതൊരു ഫസ്റ്റ് ടി സൈക്കിളിൽ ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടി സൈക്കിളിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള മെമ്മറി അഡ്രസ് ഉണ്ടല്ലോ MAR ഹോൾഡ് ചെയ്യുന്ന ആ മെമ്മറിന്ന് ആ ഇൻസ്ട്രക്ഷൻ എടുത്ത് മെമ്മറി ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അതായത് മെമ്മറി ബഫർ രജിസ്റ്റർ ഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ത്രൂ ഏത് ബസ്സാണ്? ഡേറ്റാ ബസ്. നമ്മളിവിടെ കണ്ടായിരുന്നു MDR അല്ലെങ്കിൽ MBR എന്ന് പറയുന്ന മറ്റൊരു പേരാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഡേറ്റ ബസ് വഴി എന്ത് സംഭവിക്കും? നമ്മുടെ MBRലോട്ട് മെമ്മറിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് ടി സ്റ്റേറ്റിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഇൻസ്ട്രക്ഷൻ കൊണ്ടുപോയിട്ട് എന്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ പ്ലേസ് ചെയ്യും. എന്നാലേ എനിക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ MBR എന്ന് പറയുന്നത് ഒരു ടെമ്പററി രജിസ്റ്റർ ആണല്ലോ, അതിനകത്ത് ഇൻസ്ട്രക്ഷൻ കിടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? MBRൽ കിടക്കുന്ന വാല്യൂ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇനി ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നതിനുള്ള മൈക്രോ ഓപ്പറേഷൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും രജിസ്റ്റർ ബേസ്ഡ് ട്രാൻസ്ഫേഴ്സ് നടന്നാലേ എന്ത് ചെയ്യുള്ളൂ? എനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ എനിക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. സീക്വൻഷ്യലി ആണ് എന്റെ എക്സിക്യൂഷൻ നടക്കുന്നതെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ is equal to പ്രോഗ്രാം കൗണ്ടർ +1. അതായത് പ്രോഗ്രാം കൗണ്ടർ ഗെറ്റ്സ് ഇൻക്രിമെന്റഡ്. ഇവിടെ നമ്മൾ കണ്ടു എന്താ പറയാ,
ഈ രണ്ട് മൈക്രോ ഓപ്പറേഷൻസ് ഇതും ഒറ്റ ടി സ്റ്റേറ്റിലാണ് നടക്കുന്നത്, സെയിം ടി സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് MBR എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദിസ് ഈസ് ബിക്കോസ് ദേ ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ഇവിടെ ഈ തേർഡ് ടി സ്റ്റേറ്റിൽ ചെയ്യുന്നതിന് പകരം സെക്കൻഡ് ടി സ്റ്റേറ്റിൽ ഇവിടെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് ടി സ്റ്റേറ്റിൽ MBRലോട്ട് മെമ്മറി ഇൻസ്ട്രക്ഷൻ ഞാൻ ലോഡ് ചെയ്ത് കഴിഞ്ഞ ആ സമയത്ത് ആ സെയിം ടി സ്റ്റേറ്റിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കൗണ്ടർ ഇസ് ഈക്വൽ ടു പ്രോഗ്രാം കൗണ്ടർ പ്ലസ് 1 എന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ മൈക്രോ ഓപ്പറേഷൻസ് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് മാത്രം ഒരു ടി സ്റ്റേറ്റിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.